വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏത്തറിൻ്റെ ഏറ്റവും പുതിയൊരു ഫാമിലി സ്കൂട്ടർ എന്ന് തന്നെ പറയാവുന്ന ഏത്തർ റിസ്റ്റ് ആയിട്ടാണ്. ഈ ഇരിക്കുന്ന മോഡൽ ടോപ്പ് എൻഡ് വേരിയൻ്റായ സെഡ് മോഡലാണ്. രണ്ട് വേരിയൻ്റാണ് ബേസിക്കലി വരുന്നത്, എസ് എന്ന വേരിയൻറ്റും സെഡ് എന്ന വേരിയൻറ്റിലും. സെഡിൽ രണ്ട് വേരിയൻ്റ് അവൈലബിൾ ആണ്. ബേസിക്കലി ബാറ്ററി ഡിഫറൻസ് മാത്രമാണ്. ഈ ഇരിക്കുന്നത് 2.9 kW ബാറ്ററിയാണ്. ഇതുകൂടാതെ 3.7 kW ബാറ്ററി വരുന്ന ഒരു മോഡൽ കൂടി സെഡ് സീരീസിൽ അവൈലബിൾ ആണ്. എനിക്ക് ബേസിക്കലി ഈ വണ്ടി ആദ്യം കണ്ടപ്പോൾ നമ്മുടെ TVSൻ്റെ iQube ആയിട്ട് ചെറിയൊരു സാമ്യം തോന്നി. കാരണം ഏത്തറിൻ്റെ ഇതിന് മുന്നത്തെ മോഡൽ, അതായത് 450X ഒക്കെ കാണുമ്പോൾ ചെറിയൊരു കോമ്പാക്ട് സ്കൂട്ടർ പോലെയാണ് ഫീൽ ചെയ്യുക. നേരെ മറിച്ച് റിസ്റ്റിലേക്ക് വരുമ്പോൾ അതൊരു ഫാമിലി സ്കൂട്ടറായി മാറിയിട്ടുണ്ട്. വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത്യാവശ്യം നല്ല വൈഡ് സീറ്റ്സ് ആണ് വണ്ടിക്കുള്ളത്. അതിപ്പോൾ പില്ലിയൻ സീറ്റ്സ് ആണെങ്കിലും റൈഡർ സീറ്റ്സ് ആണെങ്കിലും. പിന്നെ ഹെഡ്ലൈറ്റ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്ന ഒരു ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഏത്തറിൻ്റെ ബ്രാൻഡിങ് ശരിക്കും അവർ കൊടുത്തിട്ടുണ്ട്. ഏത്തർ 450X നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാര്യമായിട്ടുള്ള ഏത്തറിൻ്റെ ബ്രാൻഡിങ് നമുക്ക് അവിടെയും കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ റിസ്റ്റിൽ അങ്ങനെയല്ല, ഫ്രണ്ടിലും ബാക്കിലും ഏത്തറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഷോക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഫ്രണ്ട് ടെലിസ്കോപ്പിക് ആണ് വരുന്നത്, ബാക്കിലൊരു മോണോഷോക്ക് സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ് വണ്ടി. എനിക്ക് ആകെ ഒരു ഡ്രോബാക്ക് തോന്നിയത് നമ്മൾ മോശം റോഡിലൂടെ പോകുമ്പോൾ റൈഡ് കുറച്ച് ബമ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂം തന്നെ ഈ വണ്ടിക്ക് ഉണ്ട്. ഫാമിലി പർപ്പസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതായത് കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഈ വണ്ടിക്ക് രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫ്രണ്ടിൽ ഇതേപോലെ, പിന്നെ ഇവിടെ ബാക്കിൽ സൈഡിൽ ഇതേപോലെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ബാഗ്സും കവേഴ്സൊക്കെ ഹാങ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ്. സീറ്റ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അത്യാവശ്യം നല്ല വൈഡും കംഫർട്ടബിൾ സീറ്റ്സ് തന്നെയാണ്. അതിപ്പോൾ റൈഡറിനാണെന്നുണ്ടെങ്കിലും റൈഡറിനേക്കാളും കുറേ കൂടി കംഫർട്ടബിൾ സീറ്റ് പില്ലിയൻ തന്നെയാണ്. ഈ സീറ്റ് കവർ നിങ്ങൾ നോക്കേണ്ട, അത് സ്റ്റോക്ക് വരുന്ന സീറ്റ് കവർ അല്ല. ഇത് ഇതിൻ്റെ ഓണറിൻ്റെ പൊക്കത്തൊരു ആഫ്റ്റർ മാർക്കറ്റ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു 30 ലിറ്റേഴ്സിൻ്റെ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് വണ്ടിക്കുള്ളത്. ഈ കാണുന്ന പോർട്ടിൽ നമുക്കൊരു ചാർജിങ് അഡാപ്റ്റർ ഫിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്റ്റോക്കായിട്ടൊരു ചാർജിങ് പോർട്ട് വണ്ടിയിൽ വരുന്നില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കാണുന്ന ചെറിയൊരു ഏരിയയിൽ നമുക്ക് ഫോൺ, കീസ്, വാളറ്റ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഈ വണ്ടിക്ക് ആകെ 2 റൈഡ് മോഡ്സ് ആണ് വരുന്നത്. ഒന്ന് സ്മാർട്ട് ഈക്കോ, പിന്നെ വരുന്നത് സിപ്പ് മോഡ്. സ്മാർട്ട് ഈക്കോയിൽ നമുക്ക് റേഞ്ച് കുറച്ച് കൂടുതൽ കിട്ടും, പവർ കുറച്ച് ലീനിയർ ആയിരിക്കും. ഈ ഇരിക്കുന്ന വണ്ടി 2.9 kW ബാറ്ററി വരുന്നതാണ്. ഇതിൽ കമ്പനി അവകാശപ്പെടുന്നത് സ്മാർട്ട് ഈക്കോയിൽ നമുക്ക് 100 km വരെ റേഞ്ച് കിട്ടുന്നതാണ്. പക്ഷേ എനിക്കൊരു 80 വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സിപ്പ് മോഡിൽ കമ്പനി പറയുന്നത് ഒരു 80-85 ആണ്. പക്ഷേ എനിക്കൊരു 72 to 75 വരെ കിട്ടിയിട്ടുണ്ട്, ഈവൻ വിത്ത് പില്ലിയൻ. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ റേഞ്ച് എനിക്ക് അത്ര ഒരു മോശമായിട്ട് തോന്നിയിട്ടില്ല. ചാർജിങ് ടൈം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 20% to 100% ചാർജ് ആവാനായിട്ട് നിയർലി ഒരു 7 to 8 hours എടുക്കുന്നുണ്ട്. പിന്നെ ആവുന്നതും ഇപ്പോൾ ഒരു EV ബൈക്ക് ആണെങ്കിലും കാർ ആണെങ്കിലും ബാറ്ററി ഹെൽത്ത് ഒരു 20% താഴെ കൊണ്ടുപോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബാറ്ററിയുടെ ലൈഫിന് കുറച്ചുകൂടി നല്ലത്. ഇത് റിസ്റ്റയുടെ ടോപ്പ് ഓഫ് ദ ലൈൻ മോഡലാണ്. ഇതിനകത്തൊരു ഫീച്ചറുണ്ട്, അതായത് ട്വിസ്റ്റ് മോഡ്. അത് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ ആക്സിലേറ്റർ ഒന്ന് ഫ്രണ്ടിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്ലോ ഡൗൺ ചെയ്യും. എനിക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് നമ്മൾ ഡൗൺ ഹില്ലൊക്കെ പോകുമ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യാണ്ട് ആക്സിലേറ്റർ തന്നെ കൺട്രോൾ ചെയ്ത് പോവാം. ഒരു റീജൻ പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഒരു ബ്രിഡ്ജ് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡൗൺ ഹില്ലൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ബ്രേക്ക് അധികം യൂസ് ചെയ്യാണ്ട് ആക്സിലേറ്ററിൽ തന്നെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. ഏത്തർ 450യുടെ അപ്പെക്സ് എന്ന മോഡലും ഈ ട്വിസ്റ്റ് ഫീച്ചർ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ. ഈ വണ്ടിയുടെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്, ബാക്ക് ഡ്രം ആണ് വരുന്നത്. ആക്റ്റീവിലൊക്കെ കാണുന്ന പോലെ ഒരു കോംബി ബ്രേക്ക് സെറ്റപ്പ് ഇതിനെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ബാക്ക് ബ്രേക്ക് മാത്രം പിടിച്ചാലും ഫ്രണ്ട് ബ്രേക്കും ചെറുതായിട്ടൊന്ന് അപ്ലൈ ആവുന്നുണ്ട്. ഈ വണ്ടിയിൽ ഏത്തർ ഒരു ആൻറ്റി സ്കിഡ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ട്രാക്ഷൻ കൺട്രോൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ചെളിയുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഗ്രേവൽ ഉണ്ട്, അതിന് മുകളിൽ കൂടെ ഒക്കെ നമ്മൾ വണ്ടി ഫുൾ ത്രോട്ടിൽ കൊടുത്തെടുത്താലും വീൽ സ്പിൻ ആവില്ല എന്നുള്ളതാണ് ഈ ആൻറ്റി സ്കിഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പലതവണ ടെസ്റ്റ് ചെയ്തു, സംഭവം വർക്കിംഗ് ആണ്. ബാക്ക് വീൽ സ്പിൻ ചെയ്തിട്ട് സ്കിഡ് ആവുന്നൊന്നും ഈ വണ്ടിയിൽ ഉണ്ടാവില്ല. ഏത്തർ റിസ്റ്റയ്ക്ക് കമ്പനി വാറണ്ടി പറയുന്നത് 3 years അല്ലെങ്കിൽ 30,000 km ആണ്. ഏത്തറിൻ്റെ ബാറ്ററി പ്രൊട്ടക്ട് എന്ന് പറഞ്ഞൊരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 3 years എന്നുള്ളത് 5 years ആയി, 30,000 എന്നുള്ളത് 60,000 km നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഈ വണ്ടിയുടെ ചാർജറിന് ഏത്തർ 3 years വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ 2 ആഴ്ച ഈ വണ്ടി കൊണ്ടുവന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത 1-2 കാര്യങ്ങളുണ്ട്. അതൊന്ന് പ്രോബ്ലി ചിലപ്പോൾ ഈ ഒരു വണ്ടിയുടെ മാത്രം പ്രശ്നമായിരിക്കാം. ഈ കാണുന്ന ഈ ഷീൽഡ് ഉണ്ടല്ലോ, ഇതിന് ചെറിയൊരു ഇളക്കമുണ്ട്. ഈ ഇളക്കം കണ്ടോ? ഇത് നമ്മൾ ഇപ്പോൾ ഒരു ടൈലിട്ട റോഡ് അല്ലെങ്കിൽ കുറച്ചൊരു മോശം റോഡ് കൂടെ പോകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കിടന്ന് അടിക്കും. ഈ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് വരുന്നത് 5,000 km ഇതിപ്പോൾ 1,300 മാത്രമേ ഓടിയിട്ടുള്ളൂ. പക്ഷേ 5,000 km വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഇടയിൽ ഒന്ന് സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്താൽ വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സീറ്റ് ഓപ്പണിംഗ് ആണ്. ഒരു പില്ലിയനായിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി നിർത്തി കീ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാലാണ് സീറ്റ് അൺലോക്ക് ആവുന്നത്. അത് നേരെ അൺലോക്ക് ആവും. ഇപ്പോൾ കണ്ടോ, ഞാൻ ഒറ്റയ്ക്കാണ് ഇത്രയും ദൂരം റൈഡ് ചെയ്ത് വന്നത്. കീ തിരിക്കുമ്പോൾ കണ്ടോ സീറ്റ് അൺലോക്ക് ആവുന്നില്ല. അപ്പോൾ അതിന് സീറ്റ് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ മാത്രമാണ് സീറ്റ് അൺലോക്ക് ആവുന്നത്. അത് എനിക്ക് പലതവണ ഭയങ്കര അനോയിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു വണ്ടിന് മാത്രം കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് മുന്നേ ഒരു ഏത്തർ 450X ഞാൻ യൂസ് ചെയ്തിട്ട് ഇതേ സെയിം പ്രശ്നം അതിനും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഷോക്സിൻ്റെ ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ടൈലിട്ട റോഡ് അല്ലെങ്കിൽ ചെറിയൊരു മോശം റോഡ് കൂടെ പോകുമ്പോൾ റൈഡ് കുറച്ച് ബമ്പി ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇറങ്ങുന്ന ഏത്തർ വണ്ടികളുടെ ടച്ച് സ്ക്രീൻ അവർ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് ജോയ്സ്റ്റിക്കാണ്. ആ ജോയ്സ്റ്റിക്ക് ഒന്ന് യൂസ് ടു ആവേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ ജോയ്സ്റ്റിക്കിൻ്റെ യൂസ് ശരിക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾസ് വരുമ്പോഴാണ്. എൻ്റെ ഹെൽമെറ്റ് ബ്ലൂടൂത്ത് ആയിട്ട് വണ്ടി കണക്റ്റഡ് ആണ്. അപ്പോൾ കോൾ വരുമ്പോൾ നമുക്ക് ഇതിൽ തന്നെ കോൾ ആൻസർ ചെയ്യാം. പിന്നെ നമ്മൾ മ്യൂസിക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജോയ്സ്റ്റിക്കിൽ തന്നെ നമുക്ക് പ്ലേ, പോസ് ആൻഡ് ട്രാക്ക് ചേഞ്ചും ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ദൂരം ഒന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കാരണം നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
അതാണ് ആ ഈ ഷീൽഡ് ഇളക്കുന്ന സൗണ്ട്. അത് കുറച്ച് അനോയിങ് ആണ്. ഇപ്പോൾ സ്മാർട്ട് ഈക്കോലാണ്. സ്മാർട്ട് ഈക്കോയിൽ നമുക്ക് അപ് ടു ഒരു 50 km സ്പീഡ് വരെ വണ്ടി നീങ്ങും. പക്ഷെ കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിട്ടായിരിക്കും വണ്ടി നീങ്ങുന്നത്. എന്ന് വെച്ചാൽ തീരെ പവർ കുറവെന്നല്ല. ഇപ്പോൾ സ്മാർട്ട് ഈക്കോയിലാണ്, ഫുൾ ത്രോട്ടിലാണ്. അതിൽ മാക്സിമം നമുക്കൊരു 50 അല്ലെങ്കിൽ 51 km വരെയൊക്കെയാണ് കയറുന്നത്. അതും സമയമെടുത്താണ് കയറുന്നത്. കുറ്റം പറയാൻ പറ്റില്ല, കാരണം റേഞ്ച് കൂടുതൽ കിട്ടുന്ന മോഡാണ്. അപ്പോൾ പവർ അത്രയും ലീനിയർ ആയിരിക്കും. ഇനി നമുക്ക് സിപ്പ് മോഡ് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സിപ്പ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിപ്പ് മോഡിൽ 80 km ആണ് ടോപ്പ് സ്പീഡ് പറയുന്നത്. എനിക്ക് 81 to 82 ഒക്കെയാണ് മാക്സിമം കിട്ടിയിരിക്കുന്നത്. പക്ഷേ പവറിൽ നല്ല വ്യത്യാസം ഫീൽ ചെയ്യും. 3, 2, 1 ഗോ. നമ്മൾ ഓൾമോസ്റ്റ് 80 ക്ലോക്ക് ചെയ്തു. അതൊരു 81, 82 വരെയൊക്കെ പോകും. അതിനപ്പുറത്തേക്ക് നീങ്ങില്ല. വിച്ച് ഇസ് നോട്ട് ബാഡ് അറ്റ് ഓൾ. ഒരു തരി പോലും വൈബ്രേഷനോ ഒന്നും നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. സാധാരണ നമ്മളൊരു പെട്രോൾ എഞ്ചിൻ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഒരു 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വൈബ്രേഷനൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇതിലില്ല. നമ്മൾ സൈസ് നോക്കുമ്പോൾ ഒരു ആക്ച്വലി പെട്രോൾ സ്കൂട്ടറിൻ്റെ സൈസ് തന്നെയാണ് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്ര സ്പീഡിൽ പോകുമ്പോൾ അത്ര വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണെന്നോ അങ്ങനെ ഒരു ഫീൽ ചെയ്യുക വണ്ടിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഏത്തർ റിസ്റ്റയുടെ എൻ്റെ ഒരു ചെറിയൊരു റൈഡ് റിവ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓട്ടോമോട്ടീവ് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.